ലാ ലിഗയിലെ എൽ ക്ലാസിക്കോ പോരിൽ ബാഴ്സലോണയെ പരാജയപ്പെടുത്തി റയൽ മാഡ്രിഡ്. സാന്റിയാഗോ ബെർണബ്യൂവിൽ നടന്ന മത്സരത്തിൽ 2-നെതിരെ 3 ഗോളുകൾക്കാണ് റയൽ മാഡ്രിഡിന്റെ വിജയം. 2 തവണ ലീഡെടുത്ത ശേഷമാണ് ബാഴ്സലോണ പരാജയപ്പെട്ടത്. ഇഞ്ചുറി ടൈമിൽ ജൂഡ് ബെല്ലിംഗ്ഹാമാണ് റയൽ മാഡ്രിഡിന്റെ വിജയ ഗോൾ നേടിയത്. ജയത്തോടെ ലീഗിൽ 11 പോയിന്റ് ലീഡായി റയൽ മാഡ്രിഡിന്. മത്സരത്തിന്റെ 6-ാം മിനിറ്റിൽ തന്നെ ബാഴ്സലോണ ലീഡെടുത്തു. ഒരു കോർണറിൽ നിന്ന് ഹെഡറിലൂടെ ക്രിസ്റ്റ്യൻസനാണ് ബാഴ്സലോണയ്ക്ക് ലീഡ് സമ്മാനിച്ചത്. എന്നാൽ 18-ാം മിനിറ്റിൽ റയൽ ഒപ്പമെത്തി. വിനീഷ്യസ് ജൂനിയർ ഒരു പെനാൽറ്റിയിലൂടെ ലക്ഷ്യം കാണുകയായിരുന്നു. 1-1 അവസാനിച്ച ആദ്യ പകുതിക്ക് ശേഷം 2-ാം പകുതിയിൽ 69-ാം മിനിറ്റിൽ ഫെർമിൻ ലോപ്പസ് ബാഴ്സലോണയ്ക്ക് വീണ്ടും ലീഡ് നൽകി. എന്നാൽ തൊട്ടു പിന്നാലെ വാസ്കസിലൂടെ റയൽ ഒപ്പമെത്തി. ഒടുവിൽ മത്സരത്തിന് ഇഞ്ചുറി ടൈമിൽ വാസ്കസിന്റെ അസിസ്റ്റിൽ ജൂഡ് ബെല്ലിംഗ്ഹാമിലൂടെ റയൽ വിജയ ഗോൾ നേടി. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 54% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് ബാഴ്സലോണയായിരുന്നു. 15ഓളം ഷോട്ടുകളാണ് ബാഴ്സലോണ തൊടുത്തത്. 6 ഷോട്ട് ഓൺ ടാർഗറ്റ്, 527 പാസുകൾ, 90% കൃത്യതയോടെ ബാഴ്സലോണ പൂർത്തിയാക്കി. 14ഓളം ഷോട്ടുകളാണ് റയൽ മാഡ്രിഡ് തൊടുത്തത്. 8 ഷോട്ട് ഓൺ ടാർഗറ്റ്, 476 പാസുകൾ, 88% കൃത്യതയോടെ റയൽ മാഡ്രിഡ് പൂർത്തിയാക്കി. ഈ ജയത്തോടെ റയൽ മാഡ്രിഡ് 81 പോയിന്റുമായി ലീഗിൽ ഒന്നാമത് നിൽക്കുന്നു. രണ്ടാമതുള്ള ബാഴ്സലോണയ്ക്ക് 70 പോയിന്റാണുള്ളത്. ഇനി 6 മത്സരങ്ങൾ മാത്രമാണ് ലീഗിൽ ബാക്കിയുള്ളത്. ഇനി 8 പോയിന്റ് കൂടി നേടിയാൽ റയൽ മാഡ്രിഡിന് കിരീടം ഉറപ്പിക്കാം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.